ആ 23 വയസ്സുകാരിയെ കാണാതായതിനെ തുടർന്ന് അവർക്കായി പോലീസുകാർ ശക്തമായ തിരച്ചിൽ നടത്താൻ ആരംഭിക്കുകയാണ്. പക്ഷേ എത്രയൊക്കെ തിരഞ്ഞിട്ടും അവരെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിയാതെ പോവുകയാണ്. അതോടുകൂടെ ആ സ്ത്രീയെക്കുറിച്ച് എന്തെങ്കിലും വിവരം തരുന്നവർക്ക് വലിയൊരു തുക കൂടെ പാരിതോഷികമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് പോലും പോലീസുകാർക്ക് ഏറ്റവും ഒടുവിൽ നിരാശയുടെ പടുകുഴിയിലേക്ക് ചെന്നെത്തേണ്ടി വരികയാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ ആ ഒരു സ്ത്രീയുടെ ആത്മാവ് തന്നെ ആ ഒരു കേസിൽ വലിയൊരു വഴിത്തിരിവായി മാറുകയാണ്. കേൾക്കുമ്പോൾ കൗതുകവും ആശ്ചര്യവും ഒക്കെ തോന്നുന്നുണ്ടല്ലേ? ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് മാരിക്കോ ഇക്കുച്ചി എന്ന സ്ത്രീയുടെ കൊലപാതകത്തിൻ്റെ യഥാർത്ഥത്തിൽ സംഭവിച്ച കഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലുക്കിയ. തായ്വാനിലെ വളരെയേറെ തിരക്ക് പിടിച്ച ആ എയർപോർട്ടിന് സമീപത്ത് നിൽക്കുകയായിരുന്ന ആ ടാക്സി ഡ്രൈവേഴ്സ് വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച കാണുകയാണ്. തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ലിയു ഷിയാങ് എന്ന വ്യക്തി ആളുകളെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് വളരെ വേഗതയിൽ കയ്യിലൊരു ഗോൾഡൻ ബുദ്ധയുടെ പ്രതിമയും പിടിച്ചുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഓടി വരികയാണ്. കുറച്ചു നേരം ആ ടാക്സി ഡ്രൈവേഴ്സ് അയാളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അയാൾ നേരെ ഓടി ചെല്ലുന്നത് പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട തൻ്റെ ടാക്സി കാറിലേക്കാണ്. തന്നെ ആരോ പിന്തുടരുന്നുണ്ട് എന്ന പോലെ അയാൾ എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ ടാക്സി കാറിനകത്തേക്ക് കയറുകയും അതിൻ്റെ വാതിൽ കൊട്ടിയടക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന ആ ഗോൾഡൻ ബുദ്ധ പ്രതിമ കാറിൻ്റെ മുൻഭാഗത്തായിട്ട് ഡാഷ്ബോർഡിൻ്റെ ഭാഗത്തായിട്ട് അയാൾ വെക്കുകയും ചെയ്യുന്നുണ്ട്. ഓൾറെഡി അവിടെ മറ്റു ചില പ്രതിമകൾ കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലിയുടെ പെരുമാറ്റത്തിൽ കാര്യമായിട്ടുള്ള എന്തൊക്കെയോ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആരോടും കൂടുതലായിട്ട് അങ്ങനെ ഇടപഴകാത്ത അത്യാവശ്യം ദേഷ്യക്കാരനായിട്ടുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ലിയു എന്ന ടാക്സി ഡ്രൈവർ. അയാളുടെ ടാക്സിയുടെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ബുദ്ധൻ്റെ വ്യത്യസ്ത പ്രതിമകൾ അതിൻ്റെ ഡാഷ്ബോർഡിലായിട്ട് വെച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല ആ കാറിനകത്ത് ഫുളൂസുസ് തൂക്കിയിട്ടിട്ടുള്ളതായിട്ടും കാണാം. ഈ ഫുളൂസുസ് എന്ന് പറയുന്നത് യെല്ലോ കളറിലുള്ള ഒരു പേപ്പർ സ്ട്രാപ്പുകളാണ്. ഈവിൾ സ്പിരിറ്റിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി, ദുഷ്ടാത്മാക്കളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് അത് തൂക്കിയിടാമെന്ന രീതിയിലൊക്കെയാണ് തായ്വാനിലെ വിശ്വാസങ്ങളെല്ലാം പോകുന്നത്. അതൊക്കെ തന്നെയും അയാളുടെ കാഴ്ചയെ മറക്കുന്ന അത്ര രീതിയിൽ തന്നെ ആ കാറിനകത്ത് മുഴുവനായിട്ടും അയാൾ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ആളുകളെല്ലാം തന്നെ എപ്പോൾ വേണമെങ്കിലും ഇടിച്ചു തെറിപ്പിക്കാം എന്ന രീതിയിൽ അയാൾ എത്രയും പെട്ടെന്ന് തന്നെ ആ പാർക്കിംഗ് സ്ലോട്ടിൽ നിന്ന് കാറും എടുത്ത് എങ്ങോട്ടൊന്നുമില്ലാതെ ഓടിച്ചു പോവുകയാണ്. ഇതെല്ലാം കണ്ടു നിന്ന അയാളുടെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റുള്ള ടാക്സി ഡ്രൈവേഴ്സിന് എന്തൊക്കെയോ തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ തോന്നി തുടങ്ങുകയാണ്. അതിനടിസ്ഥാനത്തിൽ വാങ് എന്ന പേരുള്ള ടാക്സി ഡ്രൈവർ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിൽ വർക്ക് ചെയ്യുന്ന തൻ്റെ സുഹൃത്തിനെ വിളിച്ച് ഈ ടാക്സി ഡ്രൈവറുടെ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് പറയുകയാണ്. എന്നാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് ഓൾറെഡി ലിയു എന്ന ഈ ടാക്സി ഡ്രൈവർ അറിയാമായിരുന്നു. തായ്വാനിൽ നടന്നിട്ടുള്ള ഒരു മിസ്സിംഗ് കേസിൻ്റെ ഒരു പ്രധാന സസ്പെക്റ്റ് ആയിരുന്നു ലിയു എന്ന ആ ടാക്സി ഡ്രൈവർ. മാരിക്കോ ഇഗുച്ചി എന്ന 23-കാരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസുകാർക്ക് അയാളെ വലിയ തോതിൽ തന്നെ സംശയമുണ്ടായിരുന്നു. 1990 ഏപ്രിൽ മാസം 3-ാം തീയതിയാണ് 23 വയസ്സുകാരിയായിട്ടുള്ള മാരിക്കോ ഇഗുച്ചി എന്ന ജപ്പാനിൽ നിന്നുള്ള വിദ്യാർത്ഥിനി തായ്വാനിലേക്ക് എത്തിച്ചേരുന്നത്. ഈ സമയങ്ങളിലൊക്കെ തന്നെയും ജപ്പാനിൽ നിന്നുള്ള ആളുകളെ ആകർഷിക്കാൻ വേണ്ടി വ്യത്യസ്ത തരത്തിലുള്ള ക്യാമ്പയിനുകളും മറ്റുമൊക്കെ തായ്വാൻ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴായും ജപ്പാനിൽ നിന്ന് വിദ്യാർത്ഥികളും മറ്റുമൊക്കെ വെക്കേഷൻ ആഘോഷിക്കുന്നതിന് വേണ്ടി തായ്വാനിലേക്ക് എത്തിച്ചേരുന്നതും സ്ഥിരമായിരുന്നു. അത്തരത്തിൽ തന്നെയാണ് മാരിക്കോയും തായ്വാനിലേക്ക് എത്തിച്ചേരുന്നത്. മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അവരൊരു സോളോ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരുന്നത്. തനിച്ച് തായ്വാൻ പൂർണ്ണമായും കണ്ടു മടങ്ങാം എന്നൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഏപ്രിൽ 3-ാം തീയതി തായ്വാനിലേക്ക് അവർ വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ദിവസം ഏപ്രിൽ 3-ാം തീയതി തായ്പേയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ തന്നെയും അവർ കറങ്ങി നടക്കുന്നുണ്ട്. അവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തായ്പേ ഇൻ്റർനാഷണൽ യൂത്ത് ഹൗസിൽ അന്നേ ദിവസം അവർ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഏപ്രിൽ 4-ാം തീയതി മാരിക്കോ സൗത്ത് തായ്വാനിലേക്ക് അഥവാ ടൈനാൻ സിറ്റിയിലേക്കും മറ്റുമൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര തിരിക്കുന്നുണ്ട്. അവിടെ ചെന്നതിന് ശേഷം ലീ എന്ന സെക്കൻഡ് നെയിമുള്ള ഒരു ടാക്സി ഡ്രൈവറെ അവൾ പരിചയപ്പെടുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അവർ ഇരുവരും കൂട്ടാകുന്നുണ്ട്. അതിനടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് വന്ന 1-2 ദിവസങ്ങളിൽ തായ്നാൻ സിറ്റി അയാളോടൊപ്പം അവൾ കറങ്ങി നടക്കുന്നുണ്ട്, പൂർണ്ണമായിട്ടും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഏപ്രിൽ 6-ാം തീയതി നാട്ടിലേക്ക് തൻ്റെ ഫാമിലിക്കായിട്ടൊരു പോസ്റ്റ് കാർഡ് കൂടെ അവൾ സെൻഡ് ചെയ്യുന്നുണ്ട്. അതിലവൾ എഴുതിയിട്ടുണ്ടായിരുന്നത് യാത്രയെല്ലാം നല്ല രീതിയിൽ പോകുന്നു, ഇവിടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാമായിരുന്നു.
പിറ്റേന്ന് ഏപ്രിൽ 7-ാം തീയതി ആ ടാക്സി ഡ്രൈവറോടും വിട പറഞ്ഞുകൊണ്ട് അവൾ പിന്നെയും യാത്രയാവുകയാണ്. ഏപ്രിൽ 18-ാം തീയതി ആയിരുന്നു തായ്വാനിൽ നിന്ന് ജപ്പാനിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി മാരിക്കോ ടിക്കറ്റ് എടുത്തിരുന്നത്. എന്നാൽ ഏപ്രിൽ 18-ാം തീയതി കാക്സ്യോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അവൾക്ക് പോകേണ്ട വിമാനം ജപ്പാനെ ലക്ഷ്യമാക്കി കുതിച്ചുയരുമ്പോൾ അവൾ ആ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല. അവളെ കാണാതായതോടു കൂടിയിട്ട് അവരുടെ വീട്ടുകാർ കാര്യമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുകയാണ്. പക്ഷേ എല്ലാം നിരാശയിലേക്ക് തന്നെയാണ് ചെന്നെത്തുന്നത്. അതോടുകൂടി തന്നെ മാരിക്കോയുടെ മാതാവ് പല തവണകളിലായിട്ട് തായ്വാനിലേക്ക് എത്തിച്ചേരുകയും തൻ്റെ മകളെക്കുറിച്ച് കാര്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുകയും പോലീസിലും മറ്റൊക്കെ പരാതികൾ നൽകുകയൊക്കെ ചെയ്യുകയാണ്. തങ്ങളുടെ രാജ്യത്ത് വന്ന് മറ്റൊരു രാജ്യത്തുള്ള പൗരയെ നഷ്ടപ്പെട്ടിരിക്കുന്നു, കാണാതായിരിക്കുന്നു എന്നൊരു വിഷയം കൊണ്ട് തന്നെ തായ്വാൻ പോലീസും ഈ ഒരു വിഷയത്തെ അതീവ ജാഗ്രതയോടുകൂടി തന്നെ നോക്കിക്കാണുകയാണ്. മാരിക്കോ എന്ന 23 വയസ്സുകാരിയായ വിദ്യാർത്ഥിക്ക് വേണ്ടി ശക്തമായ രീതിയിലുള്ള അന്വേഷണങ്ങളിലേക്ക് തായ്വാൻ പോലീസും നീങ്ങുകയാണ്. ആദ്യം തന്നെ പോലീസുകാർ തായ്വാനിലെ ടാക്സി ഡ്രൈവേഴ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണങ്ങളിലേക്കാണ് എത്തിച്ചേരുന്നത്. അതിനടിസ്ഥാനത്തിൽ ലിയു ഷിയാങ് എന്ന വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ആ ഒരു ടാക്സി ഡ്രൈവറിലേക്കും പോലീസുകാരുടെ അന്വേഷണങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. തായ്നാൻ സിറ്റിയിൽ മാരിക്കോയുമായിട്ട് ആ നഗരത്തെ മുഴുവനായിട്ടും ചുറ്റിക്കറങ്ങിയിട്ടുണ്ടായിരുന്ന ആ ടാക്സി ഡ്രൈവർ, ലാസ്റ്റ് നെയിം ലീ എന്നു പേരുള്ള ആ ടാക്സി ഡ്രൈവർ അയാൾ തന്നെയായിരുന്നു. വിശദമായ രീതിയിൽ പോലീസുകാർ അയാളെ ചോദ്യം ചെയ്യുകയാണ്. അയാൾ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ട്രെയിൻ സ്റ്റേഷനിൽ നിന്നാണ് ആദ്യമായിട്ട് മാരിക്കോയെ താൻ പിക്ക് ചെയ്തതെന്നും അവർ താമസിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് അവരെ കൊണ്ടെത്തിച്ചു എന്നും പിന്നീട് തായ്നാൻ സിറ്റിയിൽ അവർക്കൊരു ടൂറ് തന്നെ നൽകിയെന്നും ഏറ്റവും അവസാനം അയാളോട് യാത്ര പറഞ്ഞുകൊണ്ട് അവർ ഏപ്രിൽ 7-ാം തീയതി യാത്രയായി എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അയാൾ വിശദീകരിക്കുന്നുണ്ട്. മാത്രവുമല്ല ഒരു ടാക്സിയിൽ നിന്നും മാരിക്കോയെ പോലുള്ള ഒരു സ്ത്രീ ഇറങ്ങിപ്പോകുന്നതായിട്ടുള്ള കാഴ്ചകളും ചില ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാൾ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നുണ്ട് എങ്കിൽ കൂടെയും ഇയാൾക്കെതിരെ അല്ലെങ്കിൽ ഇയാളെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള യാതൊരുവിധ തെളിവുകളും ഇല്ലാതായതോടു കൂടിയിട്ടാണ് പോലീസുകാർക്ക് ലിയു എന്ന ഈ ടാക്സി ഡ്രൈവറെ വിട്ടയക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെയും പോലീസുകാർ മാരിക്കോയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ രീതിയിലുള്ള അന്വേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്ന ആളുകൾക്ക് വലിയൊരു തുക പോലും ഇനാം പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ എല്ലാം നിരാശയിൽ തന്നെയാണ് ചെന്ന് അവസാനിക്കുന്നത്. അവരുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും കണ്ടെത്താൻ തായ്വാനിലെ പോലീസുകാർക്ക് കഴിയാതെ പോവുകയാണ്. അത്തരത്തിൽ മാസങ്ങൾ കടന്നു പോകുന്നു. പിറ്റേ വർഷം 2001 തുടക്കത്തിലാണ് ലിയു എന്ന ആ ടാക്സി ഡ്രൈവർ വളരെയേറെ വിചിത്രമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നു എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും വീണ്ടും പോലീസുകാർക്ക് മനസ്സിലാക്കാൻ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ആ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സസ്പെക്റ്റ് ആയിരുന്നു ലിയു എന്നൊരു കാര്യം കൊണ്ട് തന്നെ പോലീസുകാർ അയാളെ ഒന്ന് വിശദമായ രീതിയിൽ തന്നെ നിരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. വളരെയേറെ വിചിത്രമായിട്ടുള്ള അയാളുടെ പല പെരുമാറ്റങ്ങളും പോലീസുകാർക്കും കാണാൻ സാധിച്ചു. കാറിനകത്ത് തൂക്കിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഈവിൽ സ്പിരിറ്റുകളിൽ നിന്നും മോക്ഷം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള കടലാസുകളെയും ബുദ്ധൻ്റെ ഒരുപാട് പ്രതിമകളെയും ഒക്കെ തന്നെ അവർക്ക് കാണാൻ സാധിച്ചു. അതിനും ഒരുപടി മുകളിലായിട്ട് വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രമേ ഇയാൾ തൻ്റെ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചിരുന്നുള്ളൂ. ബാക്കി സമയങ്ങൾ പൂർണ്ണമായും അയാൾ ചിലവഴിച്ചിരുന്നത് തൻ്റെ ടാക്സി കാറിൽ തന്നെയായിരുന്നു. എന്തിനേറെ പറയുന്നു, രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്നതിന് വേണ്ടി പോലും അയാൾ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറിപ്പോയിരുന്നില്ല. അതെല്ലാം തന്നെ അയാൾ ചെയ്തിരുന്നത് തൻ്റെ കാറിനകത്ത് തന്നെയായിരുന്നു. ബാത്റൂമിൽ പോകുന്നതിനും ഫ്രഷ് ആകുന്നതിനൊക്കെ വേണ്ടി മാത്രം, അതും വളരെ ചുരുങ്ങിയ സമയം മാത്രമേ അയാൾ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രവേശിച്ചിരുന്നുള്ളൂ. മാത്രമല്ല അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നീട് ഭയന്ന് വിറച്ചുകൊണ്ടാണ് അയാൾ പുറത്തേക്ക് ഓടി ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം പോലീസുകാർ വിശദമായ നിലയിൽ തന്നെ നിരീക്ഷിക്കുകയാണ്, നോക്കിക്കാണുകയാണ്. ഇതിനടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ ലിയോ എന്ന ടാക്സി ഡ്രൈവറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പോലീസുകാർ തീരുമാനിക്കുകയും അയാളുടെ അടുത്തേക്ക് നീങ്ങുകയും ചെയ്യുകയാണ്. എന്നാൽ പോലീസുകാരെ കണ്ടപ്പോൾ ലിയോനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ തോതിൽ തന്നെ സന്തോഷമാണ് ഉണ്ടായത്. തന്നെ രക്ഷിച്ചതിന് നന്ദി എന്ന് പോലും അയാൾ പലപ്പോഴായിട്ട് പോലീസുകാരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു.
എന്തൊക്കെ തന്നെയായാലും ലിയു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ടും തന്നെ രക്ഷിച്ചതിന് നന്ദി എന്ന രീതിയിൽ അയാൾ പോലീസുകാരോട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നത്, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ കയറാത്തത്, അവിടെ കൂടുതൽ സമയം ചിലവഴിക്കാത്തത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും പോലീസുകാർ ലിയുവിനോട് ചോദിക്കുന്നത്. വിചിത്രമായി പെരുമാറിയിരുന്ന ലിയു അതിനേക്കാൾ വളരെയേറെ വിചിത്രമായിട്ടുള്ള ചില മറുപടികളാണ് പോലീസുകാർക്ക് മുന്നിൽ വിശദീകരിച്ച് നൽകിയത്. താൻ തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരു ഡാർക്കായ വളരെയധികം സൈലൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് തൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വളരെയേറെ വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങൾ അരങ്ങേറുന്നു എന്നതായിരുന്നു അയാൾക്ക് പ്രധാനമായും പറയാനുണ്ടായിരുന്നത്. തൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പല മൂലകളിൽ നിന്നായി ആരോ വലിയ തോതിൽ തന്നെ ബ്രീത്ത് ചെയ്യുന്ന, ശ്വസിക്കുന്നൊരു ശബ്ദം നിരന്തരമായിട്ട് തനിക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. അത് ഏതാനും ദിവസം തുടർന്നുപോയി. പിന്നീട് അങ്ങോട്ട് എന്തിനു വേണ്ടി എന്നാരോ ഉറക്കെ അലറി വിളിക്കുന്നതായിട്ട്, ചോദിക്കുന്നതായിട്ട് തനിക്ക് നിരന്തരമായിട്ട് കേൾക്കാൻ സാധിക്കാൻ തുടങ്ങി. അതും കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോൾ മാരിക്കോ ഇഗുച്ചി എന്ന സ്ത്രീയുടെ ഉടലില്ലാത്ത തല മാത്രം തനിക്ക് നേർക്ക് എന്തിനു വേണ്ടി എന്ന് ഉറക്കലറിക്കൊണ്ട് പാഞ്ഞു വരുന്നതായിട്ട്, നീങ്ങി വരുന്നതായിട്ട് തനിക്ക് കാണാൻ തുടങ്ങി. ഇതോടു കൂടിയിട്ടാണ് താൻ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറാതിരിക്കാൻ തുടങ്ങിയത്, കാറിൽ തന്നെ താമസം ആരംഭിച്ചത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അയാൾക്ക് പറയാനുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ പോലീസുകാർക്ക് വലിയ തോതിൽ തന്നെ ആശ്ചര്യവും അത്ഭുതവും ഒക്കെ തോന്നുകയാണ്. എന്തൊക്കെ തന്നെയായാലും ഇയാൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള സത്യമുണ്ടോ എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ കാണാതായ മാരിക്കോ എന്ന സ്ത്രീ ഇയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ടോ എന്ന കാര്യങ്ങൾ കൂടെ നോക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ ഇയാളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസുകാർ കയറി ചെല്ലുകയാണ്. എന്നാൽ വിശദമായിട്ട് അവിടെ പരിശോധിച്ച് നോക്കിയപ്പോൾ ലിയു മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അയാളെ കൂടാതെ മറ്റാരും അവിടെ താമസിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ അടയാളങ്ങളും അവിടെ ഇല്ല എന്ന കാര്യങ്ങൾ പോലീസുകാർക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും മാരിക്കോ ഇഗുച്ചി എന്ന ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട, അവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ തരത്തിലുള്ള കാര്യങ്ങൾ, ഇതുവരെ പോലീസിനോട് പറയാത്ത കാര്യങ്ങൾ ലിയുവിൻ്റെ മനസ്സിലുണ്ട് എന്ന കാര്യം പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. പോലീസുകാർ പിന്നെയും അയാളെ നല്ല രീതിയിൽ തന്നെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ആ ചോദ്യം ചെയ്യൽ 4 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ മാരിക്കോ ഇഗുച്ചിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ആ കേസിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അയാൾ ഏറ്റെടുക്കുന്നു. അയാൾ ഒരു കുറ്റസമ്മതം നടത്തുന്നു. ഏവരെയും ഒരുപോലെ തന്നെ ഞെട്ടിച്ച വലിയൊരു കുറ്റസമ്മതം. ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും മാരിക്കോയെ ലിയു പിക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ യാത്രക്കിടയിൽ അവർ ഇരുവരും വലിയ തോതിൽ തന്നെ സൗഹൃദത്തിലാവുകയും ചെയ്യുന്നുണ്ട്. അതിനടിസ്ഥാനത്തിൽ അന്നേ ദിവസം രാത്രി ലിയോ മാരിക്കോയോടൊപ്പം തന്നെ തങ്ങുകയും പിറ്റേ ദിവസം രാവിലെ എണീറ്റ് അവർ സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുകയാണ്. സിറ്റിയുടെ പല ഭാഗങ്ങളിലും അവരത്തരത്തിൽ കറങ്ങി നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അന്നേ ദിവസം രാത്രിയിൽ കഴിഞ്ഞുകൂടാൻ വേണ്ടി തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ലിയു മാരിക്കോയെ ക്ഷണിക്കുന്നുണ്ട്. അവരാണെങ്കിൽ അതിന് സമ്മതം മൂളുകയും ചെയ്തു. ആ ദിവസത്തിൽ ഹോട്ടലുകളിലൊന്നും തന്നെ റൂം കിട്ടാത്തൊരു കാര്യം കൊണ്ടാണ് മാരിക്കോ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും അവർ ഇരുവരും നേരെ ലീ എന്ന ടാക്സി ഡ്രൈവറുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ആദ്യമൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എങ്കിലും സമയം മുന്നോട്ടേക്ക് പോകുമ്പോൾ അവരിരുവരും വലിയൊരു തർക്കത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഒരു തർക്കം സോൾവ് ചെയ്യുകയും ലിയു തൻ്റെ ബെഡിലേക്ക് കിടക്കാൻ വേണ്ടി പോവുകയും അതുപോലെ തന്നെ മാരിക്കോ ഉറങ്ങാൻ വേണ്ടി കിടക്കുകയും ചെയ്യുകയാണ്. സമയം പിന്നെയും കടന്നു പോകുന്നു. അർദ്ധരാത്രിയാകുമ്പോൾ മാരിക്കോ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ലിയു തൻ്റെ ക്രോസ് ബോയും എടുത്തുകൊണ്ട് മാരിക്കോയുടെ ബെഡിന് നേർക്ക് നടന്നു വരികയും അവരെ ലക്ഷ്യമാക്കിക്കൊണ്ട് തുരുതുരായി 3 തവണ അവരുടെ ശരീരത്തിന് നേർക്ക് അമ്പെയ്യുകയും അവരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതിനുശേഷം അയാൾ ചെയ്തത് ആദ്യം തന്നെ അവരുടെ തല വെട്ടിമുറിച്ചെടുക്കുക, ശേഷം അവരുടെ ശരീരഭാഗങ്ങൾ ഓരോന്നോരോന്നായി മുറിച്ച് കഷ്ണങ്ങളാക്കി മാറ്റുക. ഏറ്റവും അവസാനം നാടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ മുറിച്ചെടുത്ത അവശിഷ്ട ഭാഗങ്ങളൊക്കെ തന്നെയും അയാൾ കൊണ്ടുചെന്ന് കുഴിച്ചു മൂടുകയും ചെയ്യുന്നുണ്ട്. അതെ, വളരെയേറെ ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് അന്നേ ദിവസം അവിടെ അരങ്ങേറിയത്. എന്തിനു വേണ്ടിയിട്ടാണ് ആ 23-കാരിയെ താൻ ഇത്തരത്തിൽ കൊന്നത് എന്ന് ചോദിച്ച അവസരത്തിൽ ലിയുവിന് പറയാനുണ്ടായിരുന്നത്, എനിക്ക് വലിയ തോതിൽ തന്നെ ദേഷ്യം വന്നു, അതോട് കൂടിയിട്ടാണ് ഞാൻ അവരെ കൊലപ്പെടുത്തിയതെന്നൊരു കാര്യമായിരുന്നു.
ഒരുപക്ഷെ പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടിയോ ആയിരിക്കാം അവരെ ഇത്തരത്തിൽ ലിയു എന്ന ടാക്സി ഡ്രൈവർ കൊലപ്പെടുത്തിയത്. എന്തൊക്കെ തന്നെ ആയാലും അയാൾ പറഞ്ഞതിനനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലായി പോയിട്ട് മാരിക്കോയുടെ മൃതദേഹ ഭാഗങ്ങൾക്ക് വേണ്ടി പോലീസുകാർ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്, തിരച്ചിൽ നടത്തുന്നുണ്ട്. മാരിക്കോയുടെ ജീർണിച്ച ശരീരഭാഗങ്ങളെ പല ഭാഗങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കണ്ടെടുക്കാനും പോലീസുകാർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അവർക്ക് മാരിക്കോയുടെ തലഭാഗം മാത്രം കണ്ടെടുക്കാൻ സാധിച്ചില്ല. അത് കണ്ടെത്താൻ വേണ്ടിയിട്ടും ലീ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിൽ പോലും ഇന്നേ വരെ മാരിക്കോ ഇഗുച്ചി എന്ന സ്ത്രീയുടെ തലഭാഗം കണ്ടെടുക്കാൻ വേണ്ടി പോലീസുകാർക്ക് സാധ്യമായിട്ടില്ല. വളരെ ക്രൂരമായ ഈ ഒരു കൊലപാതകം ചെയ്തു തീർത്ത് അവരുടെ ശരീരഭാഗങ്ങളെ കുഴിച്ചിട്ട് തിരിച്ചു വന്ന അന്നേ ദിവസം രാത്രി മുതൽക്കെയാണ് വളരെയേറെ വിചിത്രമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള പല കാര്യങ്ങളും ലീയുടെ അപ്പാർട്ട്മെൻറ്റിൽ അരങ്ങേറാൻ ആരംഭിച്ചത്. ആദ്യം അയാൾക്ക് ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ആരോ വലിയ തോതിൽ തന്നെ ശ്വസിക്കുന്നതായിട്ട് നിരന്തരം കേൾക്കാൻ സാധിക്കുമായിരുന്നു. പിന്നീടത് വൈ, എന്തിന് എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് മാറുകയാണ്. ഏറ്റവും അവസാനം ഉടലില്ലാത്ത മാരിക്കോയുടെ തലയും അയാൾക്ക് നേർക്ക് പാഞ്ഞെടുക്കാൻ ആരംഭിക്കുകയാണ്. എന്തിന് എന്ന് അലറി വിളിച്ചുകൊണ്ട് അയാൾക്ക് നേർക്കത് നീങ്ങി വരാൻ ആരംഭിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിച്ചതോട് കൂടിയിട്ടാണ് അയാളുടെ ജീവിതം തന്നെ പൂർണ്ണമായിട്ടും മാറി മറിഞ്ഞതും വളരെയധികം ഭയത്തോടുകൂടെ പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസങ്ങളും ലീ എന്ന ടാക്സി ഡ്രൈവർ തൻ്റെ ദിനങ്ങളെ തള്ളി നീക്കാൻ ആരംഭിച്ചതുമെല്ലാം. അപ്പം എന്തായാലും നമ്മൾ വീഡിയോസിലൂടെ വേണ്ടപ്പോഴാണ് വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് കാണുമെന്ന് വിചാരിക്കുന്നു. ചില ആളുകൾ വിശ്വസിക്കുന്നത് മാരിക്കോ ഇഗുച്ചി എന്ന 23 വയസ്സുകാരിയുടെ ആത്മാവ് തന്നെയാണ് ഈ ഒരു കേസ് തെളിയാൻ ഏറ്റവും അധികം കാരണമായിട്ടുള്ളത്. അവർ തന്നെയാണ് അവരുടെ ഈ ഒരു കേസ് തെളിയിച്ചിട്ടുള്ളത് എന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഈ ഒരു കേസ് അന്വേഷിച്ചിരുന്ന ഡിറ്റക്റ്റീവ് ലെന്നിനും പറയാനുള്ളത് ഇതേ ഒരു കാര്യം തന്നെയാണ്. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സത്യത്തിൽ മാരിക്കോയുടെ ആത്മാവ് തന്നെയാണോ, പ്രേതം തന്നെയാണോ ഈ ഒരു കേസ് തെളിയാൻ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയത്? അതോ ലീ എന്ന ടാക്സി ഡ്രൈവറുടെ ചില ഇല്ലാത്ത തോന്നലുകൾ, അയാളുടെ ചില ഹാലൂസിനേഷൻസ് ആണോ ഈ ഒരു കേസിനെ തെളിയിച്ചത്, അല്ലെങ്കിൽ അയാളെ കൊണ്ട് കുറ്റസമ്മതം നടത്തുന്ന രീതിയിലേക്ക് പോലും എത്തിച്ചത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.